വാട്ടർ കളർ പെയിന്റിങ് പോലെ നമുക്ക് ബ്രഷ് പെൻ വെച്ചിട്ട് പെയിന്റ് ചെയ്യാം കേട്ടോ. എന്തായാലും ഞാൻ എൻ്റെ ഡ്രോയിങ് ബുക്ക് ഇതേ തുറന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കൊന്ന് ലെവൻഡർ ഫ്ലവർ ആണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആദ്യം തന്നെ പേസ്റ്റൽ കളർ ബ്രഷ് പെൻ സെറ്റിലത്തെ ഒരു പർപ്പിൾ കളർ ബ്രഷ് പെൻ ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഈ ലെവൻഡർ ഫ്ലവറിൻ്റെ ഒരു ഷേപ്പിലൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഇങ്ങനെ മുകളിലും താഴെ ഇടയിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ നല്ലപോലെ രീതിയിൽ കൊടുക്കുന്നുണ്ട്. ഇനി അത് വാട്ടർ കളർ ആക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ വെറുതെ ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വാട്ടർ കളറിൻ്റെ ഒരു രൂപത്തിൽ വരും കേട്ടോ. പിന്നെ നമ്മുടെ പേപ്പറൊക്കെ നനഞ്ഞു കുതിർന്ന് പോവാത്ത രീതിയിൽ കുറച്ച് വെള്ളം മാത്രമേ ബ്രഷ് ചെയ്ത് കൊടുക്കാവുള്ളൂ. ഒരുപാടൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രഷ് ഫുള്ള് നനഞ്ഞു പോകും. അല്ല, ബ്രഷ് അല്ല, പേപ്പർ ഫുള്ള് നനഞ്ഞു കേട്ടോ. ഇനി ഡാർക്ക് കളർ ബ്രഷ് പെൻ സെറ്റിൻ്റെ ഉള്ളിലുള്ള ലൈറ്റ് ഗ്രീന് എടുത്തിട്ട് ഇതുപോലെ വെറുതെ ഓരോ പൂവിൻ്റെയും അടിയിലേക്ക് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലീഫുകളാണ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ. വലിയ പരിചയമൊന്നും ഇല്ല വരയ്ക്കാനായിട്ട്, എന്നാലും ഒരു ആഗ്രഹം, ഒരു ആർട്ട് ചെയ്യണം, വരയ്ക്കണം, ഇതൊക്കെ ഒരു നല്ലൊരു ആഗ്രഹമാണ് കേട്ടോ മനസ്സിനുള്ളിൽ. അപ്പോൾ അറിയുന്ന പോലെയൊക്കെ ചെയ്യാണ്. അപ്പോൾ ശരിയാവോ ഇല്ലയോ ഒന്നും അറിയില്ല, എന്നാലും മനസ്സിൽ വന്ന രൂപത്തിൽ ആ ഒരു രീതിയിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ. ഓരോ അന്തം ഇല്ല കേട്ടോ. മുകളിലേക്കും ഒക്കെ ഓരോ വരകളൊക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇലകളിലേക്കും ഒക്കെ ഞാൻ വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കളറുകളൊക്കെ ഒന്ന് സ്പ്രെഡായിട്ട് വാട്ടർ കളർ വെച്ച് നമ്മൾ ചെയ്ത രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ. അത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ക്ലോസപ്പ് കാണിച്ചു തരാം, അപ്പം കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ കുറേ സ്പ്രെഡായി പോയിട്ടുണ്ട്. പിന്നെ ലീഫ് വരച്ചത് അത്ര കറക്റ്റ് ഒന്നും ആയിട്ടില്ല, വെറുതെ ഒരു ജസ്റ്റ് വരയൊക്കെയാണ് വരച്ചേക്കുന്നത്. അപ്പോൾ അതിങ്ങനെ സ്പ്രെഡായി കഴിയുമ്പോൾ ഏകദേശം ഒരു ഷേപ്പ് കിട്ടും. ഇനി ആ ഡാർക്ക് കളർ ബ്രഷ് പെൻ സെറ്റിലുള്ള വയലറ്റ് കളറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡോട്ടൊക്കെ ഇട്ട് കൊടുത്തു, ചെറിയൊരു വരയൊക്കെ ഇട്ട് കൊടുത്തു നോക്കി. എങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ലല്ലോ, ആദ്യത്തെ പൂവല്ലേ. അപ്പോൾ നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആ വര ഇട്ടത് അത്ര ഒരു എയിമായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഞാനത് വാട്ടർ വെച്ചിട്ട് പതുക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ പിന്നെ അതിൽ വരയൊന്നും കാണില്ലല്ലോ. ഇതൊക്കെ ചെയ്യുമ്പോൾ ഇത് ഭംഗിയായിട്ട് വരുമോ എന്നുള്ളത് യാതൊരു ഉറപ്പില്ല കേട്ടോ. പിന്നെ പേസ്റ്റൽ കളർ ബ്രഷ് പെൻ സെറ്റിൽ ഒരു പർപ്പിൾ തന്നെ ഒരു ബ്ലൂ കൂടി ഒരു പർപ്പിൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ് ആ കളറ്. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കൂടിയാണ് പിന്നെ ആ ഡാർക്ക് കളർ വയലറ്റ് ജസ്റ്റ് ഡോട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഭംഗിയിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ വരും. പിന്നെ അതും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ എല്ലാം ഒരു പരീക്ഷണമാണ്, അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ എല്ലാ ഫ്ലവറുകളും ഡോട്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം എടുത്തിട്ട് പതുക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണുള്ളൂ, ഒരുപാട് വെള്ളം ആക്കണില്ല. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ അതും ഒരുപാട് സ്പ്രെഡായി പോയി കഴിഞ്ഞാൽ എൻ്റെ ഭംഗി പോവും. ഇടയ്ക്ക് ആ കുത്തുകളൊക്കെ ഒന്ന് കാണണം. എന്നിട്ടും തൃപ്തിയാവാതെ ആ പേസ്റ്റൽ കളർ ബ്രഷ് പെൻ സെറ്റിലുള്ള ഒരു ഗ്രീൻ ഇല്ലേ, അതൊരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ ഗ്രീൻ കാണാൻ. അത് വെച്ചിട്ട് ഇങ്ങനെ വരയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ ലൈറ്റ് കളറായ കാരണം അങ്ങനെ എടുത്ത് കാണില്ല, അപ്പോൾ അതൊരു വൃത്തികേടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഫുള്ള് വെറുതെ ലൈൻസ് ഇങ്ങനെ ഇട്ടെടുത്ത് അതിൻ്റെ ആ ഇലയൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇലകൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഡാർക്ക് കളർ ബ്രഷ് പെൻ സെറ്റില്ലേ, അതിലത്തെ ലൈറ്റ് ഗ്രീൻ നമ്മൾ നേരത്തെ ഇലകൾ വരച്ചു കൊടുത്ത ആ ഒരു ബ്രഷ് പെന്നില്ലേ, അത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫസ്റ്റ് വരച്ചിട്ടുള്ള ആ ഒരു ഇത് കുറച്ചും കൂടി വേണമെന്ന് തോന്നി. അപ്പം അതിൻ്റെ സൈഡിലൊക്കെ ഒന്നും കൂടി ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. ആ ലൈറ്റ് കളർ പർപ്പിള്, ആ ഒരു കളറാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഒരു കളർ സ്പ്രെഡായ പോലെ തോന്നും. ഇനി ഇത് കണ്ടിട്ട് ഇത് എന്താന്ന് മനസ്സിലാവണ്ടേ, ഇതേതെങ്കിലും പർപ്പിൾ കളർ നെൽപ്പാടല്ല എന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഇത് ലാവൻഡർ ഫ്ലവർ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ലാവൻഡർ എന്ന് എഴുതി കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം ഒരു പർപ്പിൾ കളറും കൊണ്ട് എഴുതി, അതിനുശേഷം ഒരു ബ്ലാക്ക് കളർ മാർക്കർ വെച്ചിട്ട് എഴുതി കൊടുക്കുകയാണേ. ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ബ്രഷ് പെൻ വെച്ചിട്ടുള്ള ഒരു വാട്ടർ കളർ ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാട്ടർ വെച്ച് സ്പ്രെഡ് ചെയ്യുമ്പം ആ പടത്തിനൊരു പ്രത്യേക ഭംഗി വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ആർട്ട് ഇഷ്ടപ്പെടുന്നവർക്ക്, അതായത് ഇങ്ങനെ വരയ്ക്കാനൊക്കെ ഇഷ്ടമായിട്ട് ഉള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.